ഇന്ന് നമുക്ക് നമ്മുടെ വിത്തിനായിട്ട് മാറ്റി വെച്ച മത്തങ്ങയൊക്കെ നമുക്കിന്ന് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു പച്ചക്കറിത്തോട്ടത്തിലെ, അതായത് പച്ചക്കറിത്തോട്ടം എന്ന് പറയുമ്പോൾ നമ്മളെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിലെ എന്താ പറയണ്ടേ ഒക്കെ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ആയിരുന്നേ. ഇത്തിരി വയ്ക്കാനുണ്ടായിരുന്നു, അതുപോലെ നമുക്ക് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നടാനുണ്ടായിരുന്നു. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു രാവിലെയെ. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മുടെ മത്തൻ മഴക്കാലത്ത് നട്ട മത്തനാണേ. അപ്പോൾ എല്ലാം ഫുള്ള് കാട് കയറി. അപ്പോൾ എന്താ പറയണ്ടേ, പൊങ്ങി നിൽക്കുന്ന കാടിൻ്റെ ഇപ്പുറത്തോട്ടാണ് കേട്ടോ നമ്മുടെ സ്ഥലം, അപ്പുറത്തോട്ട് വേറെ ആടെ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വൃത്തിയാക്കുന്നു, തൈകൾ നടുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലാണ് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ മത്തനകത്ത് കണ്ടോ ഫുള്ള് കാടാണ്. എന്ന് വെച്ചാൽ നമുക്ക് മറ്റ് പച്ചക്കറിയുടെ ഒക്കെ ചുവട്ടിൽ നമുക്ക് ചെത്തുവോ അതുപോലെ പറിക്കുവോ ഒക്കെ ചെയ്യാം. ഈ മത്തനും അതുപോലെ വെള്ളരി അങ്ങനെയൊക്കെ ഇത് പടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലെ കാടൊന്നും ചെയ്യാൻ പറ്റിയത്, പറിക്കാനും പറ്റില്ല, ചെത്താനും പറ്റിയല്ല. ഇതിൻ്റെ വള്ളിയാൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോവുകയോ എല്ലാം ചെയ്താൽ നമ്മുടെ ചെടി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിർത്തിയേക്കുമായിരുന്നേ. അപ്പോൾ ഇപ്പോൾ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അത്രയും ഭാഗം മാത്രം ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു വൃത്തികേട് പോലെ. അപ്പോൾ എന്തായാലും നമ്മുടെ മത്തനൊക്കെ കായ്ച്ച് കഴിഞ്ഞു, വള്ളിയൊക്കെ ഉണങ്ങാനും തുടങ്ങിയിട്ടുണ്ട്, ഇലയൊക്കെ കരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ നമ്മുടെ മത്തങ്ങ ബാക്കി കിടക്കുന്നതൊക്കെ കൂടെ ഇങ്ങ് പറിച്ചെടുത്ത് കഴിഞ്ഞേച്ച് നമുക്ക് അവിടെ കൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ മത്തങ്ങയുടെ വലിപ്പം കണ്ടോ, ഏകദേശം ഒരു 3-3.5 കിലോയോളം വരും. അത്ര നല്ല വെയിറ്റുള്ള മത്തങ്ങയാണ്, വലിപ്പമുള്ള മത്തങ്ങയാണ്. അപ്പം മത്തങ്ങ തന്നെ പല ടൈപ്പ് ഉണ്ട്, വലിപ്പമുള്ളതുണ്ട്, തീരെ കുഞ്ഞിയുണ്ട്, അതിൽ ഇടത്തരം വലിപ്പമുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഓരോന്നിനും ഓരോ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല പൊടിയുള്ളതുണ്ട്, പൊടി കുറഞ്ഞതുണ്ട്, നല്ല ടേസ്റ്റ് ഉള്ളതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിലും നല്ല ഓറഞ്ച് കളറുള്ളതുണ്ട്, മഞ്ഞ കളറുണ്ട്. അപ്പം മത്തങ്ങ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഓരോ ടൈപ്പും കിട്ടുമ്പം വിത്തൊക്കെ എടുത്ത് മാറ്റി വെച്ച് അങ്ങനെ ഒത്തിരി ഒന്നും നടിയല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നടുന്നതാണ്. അപ്പം നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് കറി വെക്കേണ്ട ടൈമിൽ ഓരോന്നൊക്കെ പറിച്ച് നമ്മൾ കറി വെക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പം ചോദിച്ച് വരുന്നവർക്കൊക്കെ ഓരോന്ന് ഈരുണ്ടൊക്കെ നമ്മൾ പറിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ പറിച്ച് ഏകദേശം വിളവ് തീർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാട്ടിനകത്ത് എവിടെയാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്നതൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണങ്ങിയ പുല്ലോ എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ട് അങ്ങനെ വെക്കുവേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈച്ച കുത്താതെ ഇരിക്കും. പിന്നെ എൻ്റെ മെയിൻ ആവശ്യം ഇത് തന്നെ, നമ്മൾ തപ്പി നടക്കണ്ട, അങ്ങനെയൊക്കെ നമ്മളൊരു അടയാളമൊക്കെ വെച്ച് വെക്കുവാണെങ്കിൽ ഇതുപോലെ കാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറിക്കാനും എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ കായൊക്കെ ആയി വരുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യും കേട്ടോ, ഈച്ചൊക്കെ കുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെക്കുമോ, ഇല്ലെങ്കിൽ ഇതുപോലെ പുല്ലൊക്കെ ഇട്ട് മൂടി വെക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ ഈച്ചയൊക്കെ കുത്താതെ ഇരിക്കുവേ. അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇഷ്ടം പോലെ ഇതുപോലെ നമ്മളെന്താ പറയുക, ഇനി ഇത് നമ്മുടെ ചെറിയ ടൈപ്പ് മത്തങ്ങയാണ്, അത് ഞാൻ വേറെ നട്ടു കൊടുത്താണ്. ആ മത്തൻ്റെ കൂടെ നടാതെ ഇത് വേറെ തടമൊക്കെ എടുത്ത് നട്ടു കൊടുത്തു. ഇത് ഏകദേശം ഇത്രയും വലിപ്പം വെക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ അകം നല്ല ഓറഞ്ച് കളറാകുമേ, നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് വലിപ്പം ഇല്ലാത്ത ടൈപ്പ് മത്തങ്ങ. ഇലയൊക്കെ ആണെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇലയൊക്കെ പറിച്ച് തോരൻ വെക്കും കേട്ടോ. നല്ല ഇഷ്ടമാണ് എനിക്ക് മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയൊക്കെ. അങ്ങനെ നമുക്ക് മത്തങ്ങയും കറി വെക്കാം, ഇല തോരനും വെക്കാം. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു അടുക്കളത്തോട്ടത്തിൽ എന്താണ്ട് 1-2 മൂടൊക്കെ നട്ടാലുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വള്ളിയൊന്നും നമുക്ക് പറിച്ച് കളയാൻ തോന്നുകയില്ല. പക്ഷേ നമ്മളിത് ഇതിന് വെറുതെ കായ്ക്കൊന്നുമില്ല, അത്രയും സ്ഥലം നമുക്ക് വേസ്റ്റായി പോവുകയുള്ളൂ. അതുകൊണ്ട് കേട്ടോ ചിലർ വിചാരിക്കും, ഈശ്വര ഇത്രയും നല്ല വള്ളിയൊക്കെ പറിച്ച് കളയുന്നു, എന്തിനാ നശിപ്പിക്കുന്നത്, എന്തിനാന്നൊക്കെ തോന്നും. പക്ഷേ അതുകൊണ്ട് എനിക്ക് കായൊന്നും ഉണ്ടാകില്ല, ഏകദേശം കായൊക്കെ തീർന്നതാണ്. അപ്പോൾ നമുക്ക് പറിച്ച് കളഞ്ഞ് അവിടെയൊക്കെ വയക്കി വൃത്തിയാക്കി വീണ്ടും തടവെടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ നടുവോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെയുള്ള വേണ്ടി തയ്യാറെടുപ്പിലും കൂടി ആയിരുന്നേ. അപ്പോൾ ഇത് കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെയൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളമൊക്കെ വെച്ച് നോക്കും. ഇനി നമുക്ക് കാണുന്നത് മാത്രം ഇങ്ങ് പറിച്ചെടുക്കാം, ബാക്കി നമുക്ക് വയക്കി ചെല്ലുമ്പം കാണുമല്ലോ. അപ്പോൾ അത് അങ്ങനെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ കണ്ടത് മാത്രം ഇങ്ങ് പറിച്ചെടുത്തതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു അടുക്കളത്തോട്ടത്തിലുള്ള നമ്മുടെ കൂട്ടുകാരും, എന്താ പറയണ്ടത്, നമ്മുടെ നേരം പോക്കും. ഇവരൊക്കെ രാവിലെ എന്താ പറയണ്ടത് നനയ്ക്കാനും അതുപോലെ തന്നെ ഇത്തിരി വളം ഇട്ട് കൊടുക്കാനും ഒക്കെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി കഴിയുമ്പം നമ്മുടെ സമയം പോകുന്നതും നമ്മളറിയില്ല. അതുപോലെ തന്നെ കെമിക്കലും രാസവളങ്ങളും ഒന്നുമില്ലാത്ത പച്ചക്കറി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അതുപോലെ എൻ്റെ കുഞ്ഞു കുഞ്ഞു അടുക്കളത്തോട്ടവും ഒക്കെ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, താങ്ക്